ബംഗ്ലാദേശിൽ വീണ്ടും തിരഞ്ഞെടുപ്പിന് കാഹളം മുഴങ്ങുമ്പോൾ വീണ്ടും ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വീഡിയോയിലാകട്ടെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങളല്ലാത്ത കാഫിറുകൾക്കും വോട്ട് നൽകരുതെന്ന് ഒരു മുസ്ലിം പണ്ഡിതൻ വിളിച്ചു കൂവുന്ന പ്രസംഗമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഹിന്ദുക്കൾക്ക് വോട്ട് നൽകരുത്, ഇസ്ലാമിൽ അത് ഹറാമാണ് എന്നതാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഹിന്ദുക്കളെ ഉന്നം വെച്ചുകൊണ്ട് നിരവധി പ്രസംഗങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. ഇതോടുകൂടി തന്നെ വീണ്ടും ബംഗ്ലാദേശിന്റെ ക്രമസമാധാന നിലയെ ചൂഷണം ചെയ്യാനാണ് ഇവർ ശ്രമം നടത്തുന്നത് എന്നതാണ് പൊതു വിലയിരുത്തലായി പുറത്തു വരുന്നത്. ബംഗ്ലാദേശിൽ ക്ഷേത്രങ്ങൾ നശിപ്പിക്കാനുള്ളതാണ് എന്നും അവരുടെ വിഗ്രഹങ്ങൾ നശിപ്പിക്കാനുള്ളതാണ് എന്നും ഇവർ പറയുന്നു. ഒരു ഹിന്ദുവിനും ബംഗ്ലാദേശിൽ താമസിക്കാൻ കഴിയില്ല, ഒരു ഇസ്കോണിനും ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതും ഈ ദൃശ്യങ്ങളിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ ഹിന്ദു വിശ്വാസികൾക്ക് നേരെ അവിടെ ഉണ്ടായിരിക്കുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങളല്ലാത്ത കാഫിറുകൾക്കും വോട്ട് നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശിലെ ഇസ്ലാം പണ്ഡിതൻ ഈ ഒരു പ്രസംഗം നടത്തിയിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലുള്ള ചില ആക്ഷേപകരമായ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഹിന്ദുക്കൾക്കെതിരെ പുരോഹിതന്മാരും മതപ്രഭാഷകരും വിദ്വേഷകരുമായ പ്രസ്താവനകൾ നടത്തുന്നതും ഹിന്ദുക്കൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യരുതെന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുന്നതും ഈ വീഡിയോയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകൾ ആശങ്ക ഉയർത്തുന്നതാണ്. ഒരു വൈറൽ വീഡിയോയിൽ മതപരമായ പരിപാടികൾക്കിടെ പുരോഹിതൻ ഹിന്ദു അല്ലെങ്കിൽ അവിശ്വാസി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നത് ഇസ്ലാമിൽ നിഷിദ്ധമാണ് എന്ന് പറയുന്നു. ഈ പ്രസ്താവന തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഭീഷണിയാണ് എന്ന സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഹിന്ദു സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിക്കോ കാഫിറായ വ്യക്തിക്കോ വോട്ട് ചെയ്യുന്നത് ഇസ്ലാമിൽ ഹറാമാണ്, അതായത് നിഷിദ്ധമാണ് എന്ന് ബംഗ്ലാദേശിലെ നിരവധി ഇസ്ലാമിക പുരോഹിതന്മാർ പ്രഖ്യാപിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മറ്റൊരു വീഡിയോയിലാകട്ടെ ചില പ്രാസംഗികരാകട്ടെ ഹിന്ദു ക്ഷേത്രങ്ങളെയും മതസ്ഥാപനങ്ങളെയും പരസ്യമായി തന്നെ ഭീഷണിപ്പെടുത്തുന്നതും കാണാം. വീഡിയോയിൽ ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും നശിപ്പിച്ചതിനെ കുറിച്ചും അവർ സംസാരിക്കുന്നു. ബംഗ്ലാദേശിൽ അവിടെ ആ ഒരു സാധ്യമായുള്ള ഇസ്കോൺ എന്ന സംഘടനയുടെ പേരും വീഡിയോയിൽ പരാമർശിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസവും വീണ്ടും ഒരു ഹിന്ദു യുവാവിന് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത്. ഇന്ധനം വാങ്ങിക്കാനായി പെട്രോൾ പമ്പിലെത്തിയ ഇദ്ദേഹത്തോട് വലിയ രീതിയിലുള്ള മോശമായി പെരുമാറുകയും കാറിടിപ്പിച്ച് കൊല്ലുകയുമാണ് ചെയ്തത്. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ ഹിന്ദുക്കളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത്. മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിന് തൊട്ടു പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന തലവനായ മുഹമ്മദ് യൂനസ് ആകട്ടെ ഇതിന്മേൽ ഒരക്ഷരം പോലും ഉരിയാടാതെ തന്നെ അദ്ദേഹം ഭരണം വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നതായുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ അവിടുത്തെ പൊതുജനങ്ങളടക്കം ഉയർത്തിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.